നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ പുതിയതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 12 പേർക്ക് മാത്രമെന്ന് ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 പേർ കൂടി രോഗമുക്തരായി. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് ഒരു കോവിഡ് മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ആകെ 3,04,066 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 2,99,434 പേരാണ് ഇതിനോടകം രോഗമുക്തരായത്. സൗദി അറേബ്യയിൽ പുതുതായി 41 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 3 മരണം റിപ്പോർട്ട് ചെയ്തു. സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 47 പേർ രോഗമുക്തി നേടി. 47,160 PCR പരിശോധനകളാണ് ഇന്ന് നടന്നത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം 5,47,931 ഇതിൽ 5,36,947 പേരും സുഖം പ്രാപിച്ചു. ആകെ 8,763 പേർ മരിച്ചു. UAE-യിൽ പ്രതിദിന കോവിഡ് നിരക്ക് 100-ൽ താഴെയെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 99 പേർ മാത്രമാണ് രോഗബാധിതരായത്. 153 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 2,220 ആയി. ആകെ രോഗികൾ 7,38,586 ആയി. രോഗമുക്തി നേടിയവർ 7,32,296. ചികിത്സയിലുള്ളവർ 4,170. ജനന സർട്ടിഫിക്കറ്റും കാർ പാർക്കിംഗ് പേയ്മെന്റും വാട്സാപ്പിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനം ഒരുങ്ങുന്നു. വിവിധ സ്മാർട്ട് സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജൈടെക്സ് മേളയിലെ പ്രദർശനത്തിലാണ് വാട്സാപ്പ് വഴിയുള്ള ജനന സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും മികച്ച സർവീസുകൾ ഉറപ്പുവരുത്തുകയും ഉപഭോക്താക്കൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ സംതൃപ്തമായ സേവനങ്ങൾ ലഭിക്കുകയും ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്. ജീവിതം സാധാരണ നിലയിലേക്ക് മാറിയ സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾക്ക് സാധ്യത. പൊതുയിടങ്ങളിൽ മാസ്ക് നിർബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള തീരുമാനം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സ്കൂളുകൾ തുറന്നതുൾപ്പെടെ ഒട്ടേറെ മാറ്റങ്ങൾ നടപ്പിലാക്കി. വിവാഹ മണ്ഡപങ്ങളുടെ പ്രവർത്തനം, പൊതുയിടങ്ങളിലെ ആൾക്കൂട്ടം, പള്ളികളിലെ പ്രാർത്ഥന എന്നിങ്ങനെ അവശേഷിക്കുന്ന നിയന്ത്രണങ്ങൾ കൂടി ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമെന്നാണ് സൂചന. 16 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കാൻ അനുവദിക്കില്ലെന്ന് സ്കൂൾ അധികൃതരെ ഓർമ്മിപ്പിച്ച് അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ നിരക്ക് അനുസരിച്ച് സ്കൂളുകളെ വിവിധ ഗ്രേഡുകളായി തിരിക്കുന്ന ബ്ലൂ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് വിവിധ തസ്തികകളിൽ ഇന്ത്യയിൽ നിന്ന് നിയമനം. ഹെഡ്മിസ്ട്രസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, പ്രൈമറി ടീച്ചർ, നഴ്സറി ട്രെയിൻഡ് ടീച്ചർ, IT സൊല്യൂഷൻ, സ്മാർട്ട് ക്ലാസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ, ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇൻചാർജ്, നേഴ്സ്, ലാബ് അസിസ്റ്റന്റ്, ഓഡിയോ വിഷ്വൽ ടെക്നീഷ്യൻ അഥവാ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുക. അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്തെ വിവിധ കാരണങ്ങളാൽ റിയാലിന്റെ വിനിമയ നിരക്ക് ഉയർന്നതിൽ പ്രവാസികൾക്ക് സന്തോഷം. തങ്ങൾ അയക്കുന്ന പണത്തിന് ഉയർന്ന മൂല്യം ലഭിക്കുന്നതാണ് പലർക്കും ആശ്വാസം പകരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിയാലിന് 195 രൂപയിൽ കൂടുതലാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കോവിഡ് കാലത്ത് സമാനമായ നിരക്ക് എത്തിയിരുന്നുവെങ്കിലും വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് കൂടിയ നിരക്കുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ ഈ നിരക്കുകൾ തന്നെ തുടരാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ദുബായ് എക്സ്പോ 2020 വേദിയിൽ 2ാം ആഴ്ച സന്ദർശനത്തിനെത്തിയത് 7 ലക്ഷം പേർ. ഒക്ടോബർ 11 മുതൽ 17 വരെ മൊത്തം 7,71,477 എക്സ്പോ വേദിയിൽ ടിക്കറ്റ് സന്ദർശനങ്ങൾ രേഖപ്പെടുത്തിയതായി എക്സ്പോ അധികൃതർ അറിയിച്ചു. 4 ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ലോകമേള 2ാം വാരത്തിൽ 181 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ സ്വാഗതം ചെയ്തു. സന്ദർശന നമ്പറുകളിൽ ആഴ്ചയിൽ 12% ഉയർച്ചയുണ്ടെന്ന് പറയുന്നതിൽ സന്തുഷ്ടനാണെന്ന് എക്സ്പോ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. 10,000-ലധികം പേർ 2 തവണ എക്സ്പോ വേദി സന്ദർശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നബിദിനം പ്രമാണിച്ച് 21/10/2021 വ്യാഴാഴ്ച കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് എംബസി ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചു. കോൺസുലർ അടിയന്തര സേവനങ്ങൾ തുടർന്നും ലഭ്യമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.